നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ദുബായ് വിസ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇനി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത തരത്തിലാണ് ദുബായിയുടെ പുതിയ നീക്കങ്ങൾ. ഇതിന്റെ ഭാഗമായി സന്ദർശന വിസ നടപടികളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ദുബായ്. പ്രവാസികൾ ഈ മാനദണ്ഡങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കുക. അതിനുശേഷം മാത്രം ദുബായിലേക്ക് പറക്കുക. പുതിയ മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ്. സന്ദർശക വിസയിൽ എത്തുന്നവരുടെ പക്കൽ രാജ്യത്ത് താമസിക്കാനായി 2000 ദിർഹമെങ്കിലും ഉണ്ടായിരിക്കണമെന്നും ഹോട്ടൽ ബുക്കിംഗ് രേഖകളടക്കം വേണമെന്നുമുള്ള പുതിയ നിബന്ധനകളാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തത്. മിക്ക എയർലൈനുകളും ട്രാവൽ ഏജന്റുമാരും നിയമങ്ങൾ കർശനമായി നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. സന്ദർശക വിസയിൽ എത്തുന്നവർ പുതിയ നിയമങ്ങൾ പാലിച്ചിരിക്കണമെന്നും അധികൃതർ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ ദിവസം മലയാളികൾ ഉൾപ്പെടെ 100-ലേറെ ഇന്ത്യക്കാർ യാത്രാ നിയമങ്ങൾ മാറിയതറിയാതെ വിമാനത്താവളത്തിൽ കുടുങ്ങിയതിനെ തുടർന്നാണ് അധികൃതരുടെ ഓർമ്മപ്പെടുത്തൽ. പിന്നീട് കുടുങ്ങിയ പകുതി പേർക്കും പ്രവേശനാനുമതി നൽകിയതായി ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ബാക്കിയുള്ളവരെ മടക്കി അയച്ചതായി ഇന്ത്യൻ വൈസ് കോൺസുൽ നീരജ് അഗർവാൾ പറഞ്ഞു. മിനിമം മാനദണ്ഡങ്ങളെങ്കിലും പാലിച്ചവർക്കാണ് അധികൃതർ പ്രവേശനം അനുവദിച്ചത്. സന്ദർശക വിസക്കാർക്ക് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നുള്ള നിബന്ധന നേരത്തെയുണ്ട്. എന്നാൽ അതും ഇല്ലാത്തവരായിരുന്നു വന്നിറങ്ങിയവരിലേറെയും. ഏറെ നേരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണവും വേണ്ട സൗകര്യങ്ങളും നൽകിയിരുന്നു. ആവശ്യമായ പണം കയ്യിലില്ലാത്തവരും മറ്റു മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടുമാണ് പുറത്തേക്കിറങ്ങാൻ തടസ്സമായതെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് അധികൃതർ വിശദീകരിച്ചു. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാനിൽ നിന്നുള്ള 500ഓളം പേരും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദുബായ് വിമാനത്താവളത്തിൽ കുടുങ്ങിയിരുന്നു. പിന്നീട് തിരിച്ചു പോകുന്ന വിമാനങ്ങളിലെ സീറ്റ് ലഭ്യതയനുസരിച്ച് എല്ലാവരെയും മടക്കി അയച്ചു. കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമുണ്ടായിരുന്നു. ബുധനാഴ്ച ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ്, എയർബ്ലൂ, PIA വിമാനങ്ങളിൽ എത്തിയവർക്കാണ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് അനുമതി നിഷേധിച്ചത്. ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം പ്രവാസികൾ ദുബായിലേക്ക് പോവുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.